സുവിശേഷൻ ജോൺ കുര്യൻ കോട്ടയം 2003 എഴുതി പ്രസിദ്ധീകരിച്ച ദൈവം എന്നിൽ പ്രസാദിക്കുന്നതെപ്പോൾ എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ വിവരണമാണ് ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. യഥാർത്ഥ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ തന്നെ ജീവിത നിലവാരം വളരെ താണ നിലയിലാണെന്ന് പറയാതെ വയ്യ. യേശുക്രിസ്തുവിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമർത്ഥമായ ജീവിതത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്തവരായി അനേക വിശ്വാസികളും കഴിഞ്ഞുകൂടുന്നു എന്നത് ദുഃഖകരമായ ഒരു സത്യമാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്ന നിലയിലുള്ള യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് വിശകലനം ചെയ്യുവാനുള്ള ഒരു ശ്രമമാണ് ഈ കൃതി. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാണെന്ന് അനുഭവത്തിൽ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ആ സത്യങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി പങ്കുവയ്ക്കുവാനാണ് ഈ പുസ്തകം ഉപയോഗപ്പെടുത്തുന്നത്. പാപരഹിത പരിപൂർണത എന്ന ദുരുപദേശമല്ല, ക്രിസ്തുവിൻ്റെ സ്വഭാവം വർദ്ധമാനമായ നിലയിൽ നമ്മിൽ കാണപ്പെടുകയും അനുദിനം പാപങ്ങളുടെ മേൽ അധികം വിജയം പ്രാപിച്ച് മുന്നേറുകയും ചെയ്യുന്ന ഒരു വിജയജീവിതം എന്ന നല്ല വാർത്തയാണ് വേദപുസ്തകം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ക്രിസ്തുവിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ ജീവിതം ഓരോ വിശ്വാസിയുടെയും ജന്മാവകാശമാണ്. ബാല്യം മുതൽ വളർന്നു വന്ന സഭാപശ്ചാത്തലത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹീത ആത്മീയ സത്യങ്ങളോടൊപ്പം നിരവധി പ്രശസ്ത വേദോപദേഷ്ടാക്കളുടെ പ്രസംഗങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും മറ്റും മനസ്സിലാക്കിയ ദൈവവചനത്തിന് അനുസരണമെന്ന് ബോധ്യമായ പല സത്യങ്ങളും ഈ ഗ്രന്ഥരചനയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമൃദ്ധമായ ജീവൻ പൂർണ്ണ രൂപത്തിൽ അനുഭവിക്കുന്നതിന് ഈ കേൾവി മുഖാന്തരമായി ദൈവം തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി വിജയജീവിതം സാധ്യമോ എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായി നമുക്ക് ചിന്തിക്കാം. ക്രിസ്തീയ ഗോളത്തിൽ എന്തുകൊണ്ടോ വളരെ കുറച്ചു മാത്രം പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്നതാണത്. യേശുക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് നൽകുന്ന സമൃദ്ധവും സന്തോഷകരവും വിജയകരവുമായ ജീവിതത്തെക്കുറിച്ച് ശരിയായ ധാരണയും അറിവും ഇല്ലാത്തവരായിട്ടാണ് യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചിട്ടുള്ള ആളുകളിൽ പോലും അനേകരും കഴിഞ്ഞുകൂടുന്നത്. ഇത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. എന്നാൽ വലിയവനായ ദൈവം മനുഷ്യനെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത് അവൻ തന്നോടുള്ള ബന്ധത്തിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ജീവിതം നയിക്കണം എന്നത്രേ. ഇത് മനസ്സിലാക്കാതെ നിരാശയുടെയും പരാജയത്തിൻ്റെയും ജീവിതം നയിക്കുന്നവരാണ് ഭൂരിഭാഗവും. ഒരുപക്ഷെ നിങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. എങ്കിൽ ഈ സന്ദേശം ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളതാണ്. ഈ വിഷയം സംബന്ധിച്ച് വിവിധ ചിന്താഗതികൾ മനുഷ്യർക്കുള്ളതായി കാണുവാൻ കഴിയും. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പ്രായോഗികമായി അസാധ്യമാണെന്ന് പലരും വിചാരിക്കുന്നു. യേശുക്രിസ്തു നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന ഉന്നതമായ ജീവിത നിലവാരം മനുഷ്യരായ നമുക്ക് അപ്രാപ്യമായ ഒന്നാണെന്നും അതിനാൽ അങ്ങനെ ഒരു ജീവിതം കേവലം പാട്ടിലും പ്രസംഗത്തിലും മാത്രമേ സാധ്യമാകൂ എന്നും ഇങ്ങനെയുള്ളവർ കരുതുന്നു. വിജയകരമായി ജീവിക്കുവാൻ കുറേയൊക്കെ സാധിക്കും എന്ന് വിചാരിക്കുന്നവരാണ് മറ്റു ചിലർ. എല്ലാ കാര്യങ്ങളിലും ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുമെന്ന് ഇവരും വിശ്വസിക്കുന്നില്ല. ഒക്കുന്നത് പോലെ സാധിക്കുന്നിടത്തോളം എന്നൊക്കെ അല്ലാതെ വേദപുസ്തക പ്രമാണങ്ങൾ അഥവാ ക്രിസ്തുവിൻ്റെ ഉപദേശം ജീവിതത്തിൽ മുഴുവനായി പ്രായോഗികമാക്കുവാൻ കഴിയുമെന്ന് ഇങ്ങനെയുള്ളവർ കരുതുന്നില്ല. അതിനാൽ ഒരു പൊത്തുവരുത്ത ക്രിസ്തീയ ജീവിതം കൊണ്ട് ഇവർ തൃപ്തി അടയുന്നു. ഇങ്ങനെയല്ലാതെ ജീവിക്കുന്ന ആരെയും തന്നെ അവർ കണ്ടിട്ടില്ലാത്തതിനാൽ തങ്ങളുടെ വിശ്വാസം പ്രബലപ്പെടുവാൻ ഇടയാകുന്നു. പരാജയപ്പെടുന്ന ഉപദേഷ്ടാക്കന്മാർ, ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അനേകർ പോലും ഈ ചിന്താഗതി വെച്ചു പുലർത്തുന്നവരാണ്. ഉപദേശങ്ങളെ ശരിയായി വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച് തങ്ങളുടെ പ്രസംഗ പാടവത്താൽ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. എങ്കിലും ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക വശത്ത് പരാജയപ്പെട്ടാണ് ഇവരിൽ ഭൂരിഭാഗവും കഴിയുന്നത്. തങ്ങളുടെ ചിന്താഗതിയിൽ തന്നെ കോപം, അസൂയ, അശുദ്ധചിന്ത, ആകുല ചിന്ത എന്നിവയെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ളവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നവരും ഇങ്ങനെ തന്നെയുള്ള ഒരു ജീവിതം നയിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. തങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സാധിക്കണമെന്ന് എങ്ങനെ പഠിപ്പിക്കുവാൻ കഴിയും? അതിനാൽ ക്രൈസ്തവ സഭയിലെ അനേക ഉപദേഷ്ടാക്കൾ പോലും തങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ പരിപൂർണ വിശുദ്ധിയിൽ ജീവിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നവരല്ല. വിശ്വാസികളുടെ ആത്മീയ നിലവാരം താഴുവാൻ ഇത് ഒരു മുഖ്യ കാരണവുമാണ്. ഇതിൻ്റെയൊക്കെ ഫലമായി ക്രിസ്തുവിൻ്റെ മാർഗം അപ്രായോഗികമാണെന്ന് ലോകം തെറ്റിദ്ധരിക്കുവാൻ ഇടവരുന്നു. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും അവൻ്റെ അനുയായികളുടെ ജീവിതവും തമ്മിലുള്ള അന്തരം മറ്റുള്ളവരെ ക്രിസ്തുവിനോട് അടുത്തു വരുവാൻ ആഗ്രഹിക്കാത്ത വിധം അകറ്റി നിർത്തുന്നു. വിശ്വാസികളുടെ മധ്യേ കാണുന്ന പിണക്കം, അസൂയ, ക്ഷമയില്ലായ്മ ഇവ കൊണ്ട് ലോകവും പിശാചും പരിഹാസച്ചിരി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ മാർഗത്തെ ചില ചരിത്രകാരന്മാർ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വിപ്ലവകരമായ പഠിപ്പിക്കലുകൾ അനുസരിച്ച് ആദ്യകാല വിശ്വാസികൾ ജീവിച്ചിരുന്നെങ്കിലും പിന്നീട് അതിൽ നിന്നൊക്കെ താണ ഒരു നിലവാരം ക്രിസ്തുവിൻ്റെ അനുയായികൾ സ്വീകരിച്ചു എന്നാണ്.
പൂർവിക ക്രിസ്ത്യാനികൾ അനുഭവിക്കുകയും അവകാശപ്പെടുകയും ജീവിക്കുകയും ചെയ്തിരുന്നതിനെക്കുറിച്ച് പറയുന്നത് മാത്രമാകുന്നു നിങ്ങളുടെ മാർഗം. പുതിയ നിയമം വിവരിക്കുന്ന നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം അല്ലല്ലോ നയിക്കുന്നത് ഓർത്ത് ലജ്ജിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ചിലരെങ്കിലും തീർച്ചയായിട്ടുമുണ്ട്. ദൈവവചനത്തിലെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ എന്തെല്ലാമാണെന്ന് ശരിയായി അറിഞ്ഞ ഇവർ തങ്ങളുടെ ജീവിതത്തിൽ അവയുടെ ജീവനും ശക്തിയും അനുഭവിക്കായികയാൽ നെടുവീർപ്പെടുന്നവരാണ്. പുതിയ നിയമം അനുശാസിക്കുന്ന നിലയിൽ ജീവിക്കുവാൻ ആവോളം പ്രയത്നിച്ചിട്ടും സാധിക്കാത്തതിനാൽ നിരാശരായി കണ്ണുനീരൊഴുക്കുന്നവരാണ്. അതിനായി പ്രാർത്ഥിക്കുകയും കാംക്ഷിക്കുകയും ചെയ്തിട്ടും ക്രിസ്തു ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ മാനദണ്ഡവും യഥാർത്ഥ ജീവിത നിലവാരവും തമ്മിലുള്ള അന്തരം പലപ്പോഴും അവരെ നിരാശപ്പെടുത്തിയേക്കാം. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിഞ്ഞിട്ടും അങ്ങനെ ജീവിക്കുവാൻ സാധിക്കാത്തതിനാൽ അവർ ദുഃഖിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ കൊഴിയുന്ന ഇത്തരം വിശ്വാസികൾ കുറവല്ല. വിജയ ജീവിതത്തെക്കുറിച്ച് ആദ്യമുണ്ടാകുന്ന ദർശനങ്ങൾ ക്രമേണ ഇരുണ്ടുപോകുകയും ഹൃദയം ക്ഷീണിച്ച് ഇത്രയൊക്കെ സാധിക്കുകയുള്ളൂ എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന അനേകരുണ്ട്. നമ്മെക്കൊണ്ട് ആകെ സാധ്യമാകുന്നത് പാപം ചെയ്താൽ ഉടനെ അനുതപിക്കുക, പിന്നെയും പാപം ചെയ്യുക, വീണ്ടും അനുതപിക്കുക എന്നതു മാത്രമാണ് എന്നവർ കരുതുന്നു. നിങ്ങൾ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു വിശ്വാസിയാണെങ്കിൽ വിജയത്തിൻ്റെ പാത നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വേറൊരു മാർഗമുണ്ടോ? നമുക്കത് ചിന്തിക്കാം. ദുഃഖകരമായ ഈ അവസ്ഥയ്ക്കൊരു പരിഹാരമുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നമുക്കിന്ന് സാധിക്കുമോ? പുതിയ നിയമം പഠിപ്പിക്കുന്നത് പോലെയുള്ള സന്തോഷകരവും പാപത്തിന്മേൽ ജയവുമുള്ളതായ ഒരു ജീവിതം ഈ 21-ാം നൂറ്റാണ്ടിൽ സാധ്യമാണോ? ക്രിസ്തുവിൽ നമുക്ക് ഭാഗികമായി വിടുതലും വിജയവും മാത്രമേ ഉള്ളൂ? അസാധ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അവയെ അനുസരിക്കുവാൻ വിഫല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതാണോ ക്രിസ്തീയ ജീവിതം? എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ജീവിത മാനദണ്ഡങ്ങളുടെ മുൻപിൽ നിന്ന് നിരാശയുടെ കണ്ണുനീർ ഒഴുക്കുവാനാണോ ക്രിസ്തുവിൻ്റെ അനുയായികളെക്കുറിച്ച് ക്രിസ്തു ഉദ്ദേശിക്കുന്നത്? ജീവിതത്തിൽ അനുഭവമാകാത്ത വിജയം അനുഭവമായി എന്ന നിലയിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണോ ക്രിസ്തീയ മാർഗം? അധൈര്യവും പരാജയബോധവും കൊണ്ട് തളർന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ടാണോ ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്? നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് നിങ്ങളെ വരുത്തുന്നത് മാത്രമായിരുന്നുവോ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ഉദ്ദേശം? പാപത്തിൽ നിന്നുള്ള വിടുതൽ പിശാചിന് അനിഷ്ടകരമായിരുന്നതിനാൽ ദൈവത്തിനത് ചെയ്യുവാൻ കഴിയുകയില്ലെന്നോ? ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി വേദപുസ്തകത്തിൽ നിന്ന് കാണുവാൻ നമുക്ക് ശ്രമിക്കാം. പാപത്തിൻ്റെ ശിക്ഷയാകുന്ന നരകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും ഈ ആയുസ്സിൽ തന്നെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷിച്ച് ജയാളികളാക്കി തീർക്കുന്ന ഒരു ജീവിതം നൽകുകയും ചെയ്യുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ചെയ്യുമെന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം തന്നെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്നതാണല്ലോ. മത്തായി 1:21 നോക്കുക. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് 1 തിമോഥെയോസ് 1:15 നാം വായിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞുരക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് 1 യോഹന്നാൻ 3 നാം വായിക്കുന്നു. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ശക്തിയിൽ നിന്നും വിടുതലുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുവാനാണ് ക്രിസ്തു വന്നതെന്ന് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുക എന്നതാണ് ആദ്യപടി. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ ക്രിസ്തു നമുക്കായി ക്രൂശിൽ സഹിച്ചിരിക്കുന്നു. നാം അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും മാത്രം ചെയ്താൽ മതിയാകും. ദൈവം നമുക്ക് തന്നിട്ടുള്ള ജീവിതം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിരാശയിലും അതൃപ്തിയിലും കഴിക്കുവാനുള്ളതല്ല, സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ജീവിതമാണ് ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ളത്. സ്നേഹിത, നിങ്ങൾക്ക് ധന്യമായ ഒരു ജീവിതം നൽകുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കുക. അവൻ നിങ്ങൾക്കായി മരിച്ചുയർത്തു എന്ന് വിശ്വസിച്ച് അവനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. നരകശിക്ഷ നിങ്ങളുടെ തലമേൽ നിന്ന് മാറിപ്പോകും. അതുമാത്രമല്ല, സൗഭാഗ്യകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ജീവിക്കുവാൻ ആവശ്യമായ സകലവും ക്രിസ്തു ദാനം ചെയ്യും. അങ്ങനെ വിജയ ജീവിതത്തിൻ്റെ ആദ്യ പടിയിലേക്ക് ഇന്ന് തന്നെ നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമോ? അടുത്തതായി ക്രിസ്തീയ ജീവിതം എന്നാൽ എന്ത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് നൽകുവാൻ തയ്യാറാക്കിയിരിക്കുന്ന സമൃദ്ധവും വിജയകരവുമായ ജീവിതത്തിൻ്റെ മഹത്വപൂർണ്ണമായ സ്വഭാവങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയാൽ നമുക്ക് സാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ വരുവാനുള്ള ലോകത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന നരകത്തിൽ നിന്നുള്ള വിടുതൽ, സ്വർഗപ്രാപ്തി ഇവ മാത്രമാണെന്ന് അനേകരും കരുതുന്നു. ഈ വിഷയങ്ങൾക്കൊപ്പം രക്ഷയുടെ ഫലമായി ഈ ലോക ജീവിതത്തിൽ അനുഭവമാകാവുന്ന കാര്യങ്ങൾക്ക് ദൈവവചനം പ്രാധാന്യം നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ്. യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ക്രൂശിൽ മരിച്ച് രക്ഷാകര പദ്ധതി പൂർത്തിയാക്കിയതിൻ്റെ ഉദ്ദേശത്തെയും സാധ്യതയെയും വിവരിക്കുന്ന വചനഭാഗങ്ങൾ മിക്കതും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ശക്തിയിൽ നിന്നും വിടുവിച്ച് ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നൽകേണ്ടതിനാണ് എന്ന് വ്യക്തമാക്കുന്നു. മഹത്വത്തിൽ നമുക്ക് ലഭിക്കുന്ന അംഗീകാരം പോലെ തന്നെ ഈ ആയുസ്സിലും നിരവധി അനുഗ്രഹങ്ങൾ
ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനവും അവനൊരുക്കിയ രക്ഷയും വഴി നമുക്ക് നൽകപ്പെടുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് നിവർത്തിക്കും എന്ന് വാഗ്ദത്തം ചെയ്തിരുന്ന ഒന്നാമത്തെ കാര്യം തന്നെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്നതാണല്ലോ. മത്തായി 1:21. ലൂക്കോസ് 1:73 സഖര്യാവ് പറഞ്ഞ വാക്കുകൾ ചിന്താർഹമാണ്. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകും. ക്രിസ്തുവിൻ്റെ മരണം അഥവാ നമുക്ക് വേണ്ടിയുള്ള ഏൽപ്പിച്ചു കൊടുക്കൽ എന്തിനായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുക. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനാണ് ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയത് എന്ന് 1 പത്രോസ് 2:24 കാണുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു എന്ന് തീത്തോസ് 2:14 കാണുന്നു. ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എഫേസ്യർ 5:26-27. ഇവയാണ് കർത്താവ് നമുക്കായി തൻ്റെ ജീവനെ നൽകുകയും രക്ഷ ഒരുക്കുകയും ചെയ്തതിലൂടെ ഉദ്ദേശിച്ചതെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ അനുഭവമാക്കേണ്ടതല്ലേ? കൂടാതെ ക്രിസ്ത്യ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് മറ്റു വേദഭാഗങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എല്ലായ്പ്പോഴും എല്ലായിടത്തും ജയോത്സവമായി ദൈവം നടത്തുന്ന ജീവിതമെന്നാണ്. 2 കൊരിന്ത്യർ 2:14. തുടർച്ചയായുള്ള സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ജീവിതമാണിത്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ജയാളികളെക്കാൾ ജയിക്കുന്നവരായിരിക്കുന്നു എന്ന് റോമർ 8:37 പറയുന്നു. 1 യോഹന്നാൻ 2:1 പാപം ചെയ്യുവാൻ പാടില്ലാത്ത ജീവിതമായി അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പെറുപെറുപ്പും വാദവും ഇല്ലാത്തതാണ്. ഫിലിപ്പർ 2:14. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാത്തതാണ്. ഫിലിപ്പർ 4:6. എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയുന്നതാണ്. ഫിലിപ്പർ 4:4. എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുന്നതാണ്. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നതാണ്. ഇതാണ് ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടമെന്ന് 1 തെസ്സലോനിക്കർ 5:18 വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അനുയായികൾ ശത്രുക്കളെ സ്നേഹിക്കുന്നവരും തങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. മത്തായി 5:44. അവൻ നടന്നതുപോലെ നടക്കണം. 1 യോഹന്നാൻ 2:6. ക്രിസ്തു തങ്ങളോട് ക്ഷമിച്ചതുപോലെ അവർ മറ്റുള്ളവരോട് ക്ഷമിക്കണം. കൊലോസ്യർ 3:11. നാം ചിന്തിച്ച ഈ വേദഭാഗങ്ങൾ അനുസരിച്ച് എപ്പോഴും സന്തോഷിക്കുന്ന, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാത്ത, എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുവാൻ കഴിയുന്ന, പൂർണ്ണ സമാധാനം അനുഭവിക്കുന്ന, സകലരെയും സ്നേഹിപ്പാൻ കഴിയുന്ന, വിജയത്തിൻ്റെയും സമൃദ്ധിയുടെയും ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തുമാർഗം അതിനെ അനുസരിക്കുന്നവരെ അരിഷ്ടപ്പെടുത്തുന്നതല്ല, അവരെ ഭാഗ്യമുള്ളവരാക്കേണ്ടതും അങ്ങനെ ആക്കി തീർക്കുന്നതുമായ ഒരു മാർഗമാണ്. അതായത് ഗലാത്യർ 5:22 പറയുന്ന ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമാണ്. നമുക്ക് ഈ വിഷയം സംബന്ധിച്ച് സ്വയമായിട്ടൊന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണോ? ഈ വേദഭാഗങ്ങളുടെ മുൻപിൽ ഒരു നിമിഷം മൗനമായി ഒരു ഹൃദയപരിശോധന നിങ്ങൾ നടത്തുമോ? ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ദൈവം നിങ്ങൾക്കായി ക്രിസ്തുവിൽ ഒരുക്കിയിരിക്കെ അത് അനുഭവിക്കാതെ കേവലം പാപ്പരായിട്ടാണോ നിങ്ങൾ കഴിയുന്നത്? ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷവും വിജയവും സൗഭാഗ്യവും അനുഭവിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന് നിങ്ങൾക്കായി ക്രൂശിൽ തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത രക്ഷിതാവ് ആഗ്രഹിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ഇതിൽ നിന്ന് എന്തുമാത്രം വ്യത്യസ്തമായിരിക്കുന്നു എന്നോർത്ത് ദൈവസന്നിധിയിൽ നിങ്ങൾ കരയുന്ന ഒരു വ്യക്തിയാണോ? ദൈവവചനം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരുവാൻ ശ്രമിക്കാതെ നമ്മുടെ ജീവിത നിലവാരത്തിലേക്ക് ദൈവവചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് നാം താഴ്ത്തുകയാണ് മിക്കപ്പോഴും ചെയ്യുന്നത്. ഉദാഹരണത്തിന്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്ന ഫിലിപ്പർ 4:4 വാക്യവും എൻ്റെ ജീവിതവും തമ്മിൽ താരതമ്യപ്പെടുത്തി ഞാൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, അതിനാൽ അത് വാസ്തവത്തിൽ സാധ്യമല്ലായിരിക്കും. എപ്പോഴും എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ എപ്പോഴും എന്നല്ല, കഴിയുന്നത്ര സമയങ്ങളിൽ എന്നായിരിക്കും അർത്ഥം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവവചനം പറയുന്ന നിലവാരത്തിലേക്ക് ഉയരുവാൻ കഴിയാതെ വരുന്നു. പലപ്പോഴും നമുക്ക് ഏറ്റവും ഭാരമായി അനുഭവപ്പെടുന്ന ചുമട് നമ്മുടെ സ്വയം തന്നെയാണ്. അതിനെ വിട്ടുകളയുവാനും ദൈവവചനം വിശ്വസിച്ച് നമ്മെ തന്നെ അതിനായി ഏൽപ്പിക്കുവാനും നാം സന്നദ്ധരാകുന്നില്ല എന്നതാണ് സൗഭാഗ്യകരമായ ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം. ദൈവവചനം ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നെങ്കിലും കർത്താവേ, എൻ്റെ അനുഭവം ഇങ്ങനെയൊന്നും അല്ലല്ലോ, നിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് അസാധ്യമായ ഒന്നല്ല എന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഈ സൗഭാഗ്യകരമായ നിലയിൽ ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ജീവിതം വേണം. അതിനായി ഞാൻ എന്നെ തന്നെ നിനക്കായി വിട്ടുതരുന്നു. നിന്റെ വചനം എന്നിൽ നിറവേറിക്കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഇഷ്ടം സമ്പൂർണ്ണമായി എന്നിൽ നടത്തണമേ. നിന്റെ വചനപ്രകാരം ശുദ്ധീകരിക്കപ്പെട്ടതും യജമാനൻ്റെ ഉപയോഗത്തിന് നല്ലതുമായ ഒരു മാനപാത്രമായി ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ ഹൃദയംഗമായി കർത്താവിനോട് പറയുമോ? അങ്ങനെ നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് ബോധവാന്മാരായി ആത്മാർത്ഥമായി ദൈവം ഒരുക്കിയിരിക്കുന്ന നിലയിലുള്ള വിജയകരമായ ക്രിസ്തീയ ജീവിതം തന്നെ വേണമെന്ന് നിർബന്ധമായും ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അത് സംബന്ധിച്ച് ആവശ്യമായ പ്രകാശവും സഹായവും നൽകും.
സ്വയപ്രയത്നത്താൽ ക്ഷീണിച്ച് മുഷിഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമയാണ് നീയെങ്കിൽ അതിനൊരവസാനം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം തരുന്നവനാണ് ദൈവം എന്ന് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായതിൽ നിന്ന് ഒട്ടും കുറഞ്ഞ ഒരു ജീവിതം കൊണ്ട് നാം ഒരിക്കലും തൃപ്തിപ്പെടാൻ പാടില്ല. കർത്താവേ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ ആഗ്രഹിക്കുന്ന ഏറ്റവും മഹത്തരവും ഉന്നതവുമായ കാര്യങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന ആഗ്രഹവും പ്രാർത്ഥനയും നമുക്കുണ്ടായിരിക്കണം. ദാഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം വരണ്ട നിലത്ത് മഴയെയും ഉണങ്ങിയ നിലത്ത് ജലപ്രളയത്തെയും അയക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ തന്നെ. മനുഷ്യഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ദാഹമാണോ കാണുന്നത്? അതോ വില കുറഞ്ഞ ഒരുതരം ക്രിസ്തീയ ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്ന ഒരാത്മാവിനെയാണോ? ഈ ദാഹം നിങ്ങളില്ലെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ തരേണ്ടതിന് നിങ്ങൾ കർത്താവിനോട് ആത്മാർത്ഥമായി യാചിക്കുമോ? ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നിങ്ങൾക്കായി ദൈവം ഒരുക്കി വെച്ചിരിക്കെ അത് അനുഭവിക്കാതെ പോകുന്നത് എത്ര വ്യസനകരം തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ആകാതിരിക്കട്ടെ. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും.